അയോധ്യയിലെ സംഭാവന കോളയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാശ്മീരിലെ വൈഷ്ണവ ദേവി ക്ഷേത്രത്തിൽ നിന്ന് 530 കോടി വിലയുള്ള 20 ടൺ വെള്ളി, അതിൽ ആകെ 20 കോടിയുടെ വെള്ളിയേ ഉള്ളൂ. അതിൽ രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഭാരതത്തിലെ ഒരു പ്രമുഖ ശക്തിപീഠം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണല്ലോ വൈഷ്ണവ ദേവി ക്ഷേത്രം. അപ്പൊ അവിടെ ക്ഷേത്രം അഡ്മിനിസ്റ്റർ ഭരിക്കുന്നത് വൈഷ്ണവ ദേവി ക്ഷേത്ര ബോർഡാണ്. ഈ വൈഷ്ണവ ദേവി ക്ഷേത്ര ബോർഡിലേക്ക് ജമ്മു ഗവൺമെന്റിന്റെ പ്രതിനിധികളാണ് ഇതിനകത്ത് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് ഇപ്പോഴത്തെ ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് ഒമർ അബ്ദുള്ളയുടെ ആൾക്കാരെ ആയിരിക്കും മൊത്തം അവിടെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവര് 20 ടൺ വെള്ളി സർക്കാർ അവിടെ ആ ക്ഷേത്രത്തിലേക്ക് വഴിപാടായിട്ട് ലഭിച്ചു ഭക്തജനങ്ങളിൽ നിന്ന്. ഈ 20 ടൺ വെള്ളിക്ക് ഏകദേശം 550 കോടി രൂപ വില വരും. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഈ ക്ഷേത്ര ബോർഡ് 20 ടൺ വെള്ളി മിന്റിലേക്ക് അയച്ചു, അത് ഉരുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മിന്റില് ഈ 20 ടൺ വെള്ളി എത്തി ഉരുക്കി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് 20 കോടി രൂപയുടെ വെള്ളി മാത്രമാണ് യഥാർത്ഥ വെള്ളിയായിട്ടുള്ളൂ എന്ന് കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ 530 കോടി രൂപ വില മതിക്കുന്ന വെള്ളിനെ പറ്റിയിട്ട് യാതൊരു വിവരമില്ല. 550 കോടി രൂപയുടെ വിലയുള്ള വെള്ളിയാണ് അവര് മിന്റിലേക്ക് കൊടുത്തയക്കാനായിട്ട്. ഇതിന്റെ പ്രത്യേകത രാജ്യത്തിന്റെയും അതുപോലെ മറ്റേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ ഈ വൈഷ്ണവദേവി ക്ഷേത്രത്തിൽ ഓരോ വർഷം എത്തുന്നത്. അവരെല്ലാം ദേവിക്ക് സമർപ്പിക്കുന്നത് വെള്ളി ഒരു ഉൾപ്പെടെയുള്ളതാണ്. അപ്പൊ അവരെല്ലാം സമർപ്പിച്ചിരിക്കുന്ന വെള്ളി വ്യാജ വെള്ളിയാണെന്നാണ് ക്ഷേത്ര ബോർഡ് പറയുന്നത്. അത് അങ്ങനെ കരുതാനായിട്ടൊരു നിർവാഹമില്ല. പിന്നെ ഇനി ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമാണ് 20 കോടി രൂപയുടെ വെള്ളി എന്ന് പറഞ്ഞാല് അന്വേഷണം എളുപ്പമായല്ലോ. ഈ വ്യാജ വെള്ളി വരുന്ന ഭക്തരൊക്കെ വ്യാജ വെള്ളിയാണ് സമർപ്പിക്കുന്നതെന്ന് വിശ്വസിക്കാനാവില്ല ആർക്കും. അപ്പൊ ഞെട്ടിപ്പിക്കുന്ന വേറൊരു വാർത്തയുണ്ട്. ഈ വ്യാജ വെള്ളി നിർമ്മിച്ചിരിക്കുന്നത് കാഡ്മിയം എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണ്. കാഡ്മിയത്തിനെ പറ്റി അറിയോ? കേട്ടിട്ടില്ലേ കാഡ്മിയത്തിനെ പറ്റിയിട്ട്? ഇത് അപകടം പിടിച്ചൊരു വസ്തുവാണ്, പോയിസണസ് ആണ്, നമുക്കൊന്നും തൊടാൻ പറ്റൂല. അതുമാത്രമല്ല സാധാരണക്കാരന് ലഭ്യമല്ല ഈ കാഡ്മിയം. അത് വളരെ റിസർച്ച് ഗവേഷക ലബോറട്ടറികളിലും അതുപോലെ ലൈസൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കമ്പനികൾക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് കാഡ്മിയം. അപ്പൊ ഈ ലക്ഷക്കണക്കിന് ഭക്തര് കാഡ്മിയം മേടിച്ച് അതിൽ നിന്ന് വെള്ളി നിർമ്മിച്ചു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞിട്ട് ജമ്മുവിലെ ഒരു അഡ്വക്കേറ്റ് ദീപക് ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജമ്മു പോലീസിന് പരാതി നൽകി. അവര് അത് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. ക്രൈംബ്രാഞ്ച് ഈ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മാസങ്ങളായിട്ട് അവർ ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് ദീപക് ശർമ്മ എന്ത് ചെയ്തു? ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളുമായി അന്വേഷണ ഉദ്യോഗസ്ഥന് സൂപ്രണ്ട് ഓഫ് പോലീസ്, ക്രൈംബ്രാഞ്ചിന്റെ സൂപ്രണ്ട് ഓഫ് പോലീസ് ഉണ്ട്, അയാളോട് കോടതിയുടെ മുമ്പിൽ ഹാജരാവാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് പ്രശ്നം. ഈ ക്ഷേത്രത്തിന്റെ കൊള്ള എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്നുണ്ട് ക്ഷേത്ര കൊള്ളകൾ. അത് എന്താ പറയണ കൈയിട്ട് വാരുക എന്ന് പറയും. ഇപ്പൊ ഇതൊരു വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഇപ്പൊ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ കാണാതായ പൈസ അത് മുഴുവനും ഏതാണ്ട് എന്താ പറയണ അതിന്റെ ആരാണ് മോഷ്ടിച്ചതെന്നും എത്ര രൂപ മോഷ്ടിച്ചിട്ടുണ്ടെന്നും അത് എവിടെയൊക്കെ പോയി എന്നുള്ളതിന്റെ തെളിവും സൂചനകളും എല്ലാം പോലീസിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കിട്ടി. അവർ കുറെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ കൂടി പോലീസ് തയ്യാറായില്ല എന്നുള്ളത് രാഷ്ട്രീയ ഇടപെടലിന്റെ സൂചനയാണ്. അതേസമയം ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ റിപ്പോർട്ട് വന്നപ്പോ, പൈസ മോഷണം റിപ്പോർട്ട് വന്നപ്പോ പിറ്റേ ദിവസം തന്നെ
അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എന്താ പറയണ സസ്പെൻഡ് ചെയ്തു. 3 ദിവസമോ 4 ദിവസമോ കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവർ അന്വേഷണം നടത്തി. ഇതിനകത്ത് പ്രധാന പ്രതികളായിട്ടുള്ളവരെ മുഴുവൻ അവർ പിടിച്ചു. അങ്ങനെ പ്രത്യേകത ഉണ്ട് ഇതിനകത്ത്. ഇത് ഈ 530 കോടി രൂപയുടെ വെള്ളി എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പൊ പ്രധാനമായിട്ട് ഭക്തരെയും അതുപോലെ മറ്റ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടവരെ അലട്ടുന്ന ചോദ്യം. ഈ വൈഷ്ണവദേവി ക്ഷേത്ര ട്രസ്റ്റ് അല്ലെങ്കിൽ ബോർഡ് എന്ന് പറയുന്നത് അതിലേക്ക് ഈ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടൊക്കെ ആളുകളെ കേറുന്ന ഒരു രീതി കൂടെയാണല്ലോ. അതെ അതെ. അപ്പൊ അത്തരത്തില് ഇത്ര കോടി രൂപയുടെയൊക്കെ വെള്ളി പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അങ്ങനെ അയോധ്യ സംസാരിക്കുന്ന പോലെ ഒന്നും അത്ര പ്രാധാന്യം കൊടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അത് രാഷ്ട്രീയമായിട്ടുള്ള കാരണം തന്നെ. അയോധ്യ UP-യിലാണ്. UP ഭരിക്കുന്ന BJP ആണ്. ജമ്മു എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസിന്റെ ആൾക്കാരാണ്, മുസ്ലിങ്ങളാണ്, ഒമാർ അബ്ദുള്ളയാണ്. ഈ കുടുംബം പൈസ ജമ്മുവും കാശ്മീരും കൊള്ളയടിച്ച് ഒന്നും ഇല്ല കൊള്ളയടിക്കാൻ ബാക്കി. ആ സ്ഥിതിയാണ് ജമ്മുവിൽ, കാശ്മീരിൽ. അതൊക്കെ തന്നെയാണ് ഭരണഘടനയുടെ 370-ാം വകുപ്പ് പ്രയോഗിച്ച് ഈ കാശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു കളയും, അത് രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്ത് യൂണിയൻ ടെറിട്ടറി ആക്കുകയും ചെയ്തത്. ഇപ്പൊ അതിനുവേണ്ടി നാഷണൽ കോൺഫറൻസിന്റെ ഒമാർ അബ്ദുള്ളയും അയാളുടെ കാരണവര് ഫറൂഖ് അബ്ദുള്ളയും കൂടി അത് വീണ്ടും സംസ്ഥാന ആയിട്ട് പുനഃസംഘടിപ്പിക്കണമെന്നും കാശ്മീരും ജമ്മു ഒന്നാക്കണമെന്നും പറഞ്ഞ് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആ ഗവൺമെന്റിനെ, ആ സംസ്ഥാനത്തിനെ 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റിയത്. ഇതാണ് കാരണം. എല്ലായിടത്തും ഇല്ല. ഇപ്പൊ നമ്മുടെ ശബരിമലയിൽ ഇപ്പൊ കൊള്ളയടി നടക്കണില്ലേ രാഷ്ട്രീയ ഒത്താശയോടുകൂടി. അതുപോലെ മിക്ക ക്ഷേത്രങ്ങളും തമിഴ്നാട്ടില് അതാണ് ഞാൻ ഏറ്റവും അവസാനം കേട്ടത്. 50,000 ഹെക്ടർ ഭൂമിയില് ഒരു ഇഞ്ച് ഭൂമി പോലും ബാക്കിയില്ലാണ്ട് കൊള്ളയടിച്ച് ഇതാക്കിയിരിക്കുന്നു. HRC എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്, ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അത് DMK ഭരിക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ വകുപ്പ് കിട്ടാൻ വേണ്ടി ഭക്തരല്ലാത്ത DMKക്ക് അതിനകത്തുള്ളിൽ ഭയങ്കര പിടിയാണ് HRC വകുപ്പിന് വേണ്ടിയിട്ട്. കാശുണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണുള്ളത്. ആരും സംശയിക്കും കൂടി ഇല്ല. അതാണ് പ്രധാന കാരണം.